ഈ നെഗറ്റീവ് പറയുന്നവർ എനിക്ക് വല്ലതും കൊണ്ട് തരട്ടെ, പൈസ കൊണ്ട് തരട്ടെ, ഞാൻ വീട്ടിൽ ഇരിക്കാം. എല്ലാവരും കൊണ്ട് നെഗറ്റീവ് പറയുന്നവരെല്ലാവരും കൊണ്ട് എനിക്ക് എല്ലാ മാസം പൈസ തന്നാൽ ഞാൻ വീട്ടിൽ ഇരിക്കാം. ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. വണക്കം, നമസ്തേ. അപ്പോൾ ഇപ്പോൾ അടുത്തിടെ ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോകുന്ന വിഷയങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത്, ട്രെൻഡിങ് ആയിട്ട് കണ്ടത് വന്നിട്ട് നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണുവിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അത് വളരെയധികം ചർച്ചാ വിഷയമായിട്ട് ഇങ്ങനെ ഓരോരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള പല ചർച്ചകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേണുവിനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസിൻ്റെ ഒരു പ്രവാഹം തന്നെയാണ് ഇങ്ങനെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രേണു വന്നിട്ട് സ്വന്തം മകനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്ന് കേട്ട് കാണുമല്ലോ. പിന്നെ വേറെ വിവാഹം കഴിക്കാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് പുള്ളിക്കാരി എന്നും നിങ്ങൾ കേട്ട് കാണും അല്ലേ. അപ്പോൾ ഇങ്ങനെ ധാരാളം നെഗറ്റീവായിട്ടുള്ള കമൻസ് പുള്ളിക്കാരിനെ കുറിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കൊല്ലം സുധിയുടെ മക്കളെ ചതിക്കുകയാണോ രേണു? അപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കേണ്ട കാര്യം എന്താണ് എന്ന് വീഡിയോയെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള കമൻസൊക്കെ ധാരാളം കേൾക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് എന്ത് വിചാരിക്കുന്നു? രേണുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ? അപ്പോൾ അടുത്തിടെ വന്നിട്ട് രേണു ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനിയിൽ വന്ന് പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളൊരു വാർത്ത കണ്ടു. അപ്പോൾ അത് എന്തായിരുന്നു രേണു പറഞ്ഞത് എന്നുള്ളത് കേട്ടിട്ട് തിരിച്ചു വരാം. ഈ നെഗറ്റീവ് പറയുന്നവർ എനിക്ക് വല്ലതും കൊണ്ട് തരട്ടെ, പൈസ കൊണ്ട് തരട്ടെ, ഞാൻ വീട്ടിൽ ഇരിക്കാം. എല്ലാവരും കൊണ്ട് നെഗറ്റീവ് പറയുന്നവരെല്ലാവരും കൊണ്ട് എനിക്ക് എല്ലാ മാസം പൈസ തന്നാൽ ഞാൻ വീട്ടിൽ ഇരിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയോ രേണുവിന് എന്തോ ഒരു അഹങ്കാരമാണെന്ന്? അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ നെഗറ്റീവ് കമൻസ് പറയുന്നവർ എനിക്ക് ചിലവിന് തന്നാൽ ഞാൻ അത് വെച്ചിട്ട് ജീവിക്കാം, പിന്നെ പുറത്തോട്ട് ഇങ്ങനെ ഒന്നും ഇറങ്ങിയിട്ട് ഒന്നിനും അഭിനയത്തിൽ അങ്ങനെ ഒന്നിനും പോകുന്നില്ല എന്ന് പുള്ളിക്കാരി പറയുന്നതിൽ അതിൽ അഹങ്കാരത്തിൻ്റെ ധ്വനി ഉണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം? അതായത് പുള്ളിക്കാരി വന്നിട്ട് ഈ കുട്ടികൾ മോനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതായിട്ടും വേറെ വിവാഹം കഴിക്കാൻ പോകുന്നതായിട്ടും വീടൊക്കെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും ഒക്കെ ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ പുള്ളിക്കാരിക്ക് അത്രയ്ക്കും സൈബർ ബുള്ളിങ് ആണ് ഈ പുള്ളിക്കാരി ഇപ്പോൾ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാവം ആ കുട്ടിക്കാണെങ്കിൽ ജീവിതത്തിൽ വന്നിട്ട് ഇപ്പോൾ ഭർത്താവും നഷ്ടപ്പെട്ടു. ആ ഒരു വിഡോ ആയിട്ട് ഉള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ഒരു വേദന സമ്മാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം മുമ്പും ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇവർ ഈ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു വന്നിട്ട് അവർക്കുള്ളൊരു തിക്താനുഭവം വളരെ മോശപ്പെട്ട ഒന്നാണ്. കാരണം ഈ വിധവയായിട്ടുള്ളവർ ഒരു നല്ല കാര്യത്തിലും പങ്കെടുക്കാൻ പാടില്ല. അവർ പുറത്തോട്ടിറങ്ങി വരരുത്, ഒന്നിലും ഇടപെടരുത്, അവർ ഒതുങ്ങിക്കൂടി തന്നെ കഴിയണം. സമൂഹത്തിൽ ഒന്നിലും ഒരു അഭിപ്രായവും പറയരുത്. ഇങ്ങനെ അവർക്ക് ഒരുപാട് ഒരു എന്താണ് പറയുന്നത്, ഒരു ചങ്ങലയ്ക്കകത്ത് നിന്നിട്ടുള്ളൊരു ജീവിതമാണ് അവർക്കൊരു സ്വാതന്ത്ര്യമോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ള ന്യായമായിട്ടുള്ളൊരു വർക്കിന് പോയിട്ടുള്ള ജീവിക്കാൻ ഉള്ളൊരു അവസ്ഥയോ ഒന്നും അവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെയില്ല. പൊതുവേ സമൂഹത്തിലുള്ള എല്ലാവരും തന്നെ ഇവരെ ഒരു വല്ലാത്ത ഒരു ദൃഷ്ടിയിൽ കൂടെയാണ് അവരോടുള്ള സമീപനമായാലും ശരി, അവരെ നോക്കുന്ന കണ്ണുകളും ശരി, എപ്പോഴും ഇവരുടെ മുകളിലൊരു കണ്ണ്, എല്ലാവരുടെയും കണ്ണുകൾ ഇവർക്ക് പുറത്തുണ്ട്. കാരണം ഇവർ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ്, മോശപ്പെട്ട വഴിക്കാണോ പോകുന്നത്, ഇങ്ങനെ അവരെക്കുറിച്ചിട്ട് ഒരുപാട് ബോധേഡായിട്ടാണ് സമൂഹത്തിലെ മിക്കവരും അവരെ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ കൊല്ലം സുധി ഉണ്ടായിരുന്ന കാലത്ത് ജീവിത സാഹചര്യം മെച്ചപ്പെട്ടതായിരുന്നിരിക്കും ഇവർക്ക് ഇങ്ങനെ ഇറങ്ങി ഒരു കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോഴേക്കും അവർക്ക് സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ലാത്തൊരവസ്ഥയിൽ ഒരു കുടുംബത്തിനെ നോക്കി നടത്താനായിട്ടും ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടും അവർക്ക് ഇങ്ങനെ ഒരു ഇതിൽ പോകേണ്ടി വരുന്നു എന്നുള്ളത് ആളുകൾ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നു, പുള്ളിക്കാരനെ ഇത് ഇഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ അതല്ലല്ലോ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ.
അപ്പോൾ ഇങ്ങനെ ഒരു വശത്തു കൂടി കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഈ പുള്ളിക്കാരിക്ക് തന്നെ വീട് സമ്മാനിച്ച ആ വ്യക്തി തന്നെ ഈ നെഗറ്റീവ് കമൻസിന് എതിരായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് രംഗത്ത് വന്നിരുന്നപ്പോൾ ആ പുള്ളിക്കാരന് എന്താണ് പറയാൻ ഉള്ളതെന്നോ കേട്ടിട്ട് തിരിച്ചു വരാം. കുട്ടികൾ വഴിയിലാവും സ്വഭാവ വീട്ടിലേക്ക് പോകില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കും, കുട്ടികളെ അവിടുന്ന് ചാടിക്കും, അല്ലെങ്കിൽ ആ കുട്ടികളെ ഓടിക്കും. ആൾറെഡി ഒരു മകനെ രേണുവിലേക്കുള്ള മാറ്റം കൂടുതലും സേഫ് ആയിരിക്കുന്നത് ആ കുട്ടിയുടെ പേരിലാണ് കൂടുതലും സേഫ് ആയിരിക്കുക എന്നുള്ള ഒറ്റ. ഇനി ഇഷ്ടംപോലെ ഇൻകം വന്നു തുടങ്ങും, പിന്നെ എന്തിനാ രേണുവിന് ആ പണി ചെയ്തു കൊടുത്തു? ഞാൻ അതിനുശേഷം ഇന്ന് വരെ ഞാൻ രേണുവായിട്ട് ചാറ്റ് ചെയ്യുക, ഫോൺ ചെയ്യുക, ഒന്നും ഞാൻ ചെയ്തു. ആ കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതാരും കണ്ടിട്ടില്ല. അന്യൻ സിനിമയിലും വിക്രമിൻ്റെതുപോലെ വളരെ കരഞ്ഞ് ഇമോഷണൽ ആവുന്ന ഒരു കുട്ടി നെക്സ്റ്റ് ഡേ വളരെ ഹാപ്പിനെസ് ആയിട്ട് അഭിനയിക്കുന്നു. ഞങ്ങളെ പൊട്ടന്മാരാക്കണോ? ഞങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് വളരെ സങ്കടപ്പെട്ട ആൾക്കാരാണ്. ഈ കൊല്ലം സുധിയുടെ ഭാര്യ രേണു ജോലിക്ക് പോയി കഴിഞ്ഞാൽ തന്നെയാണ് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുള്ളൂ. ആ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഉണ്ട് തന്നെ വേണമെങ്കിൽ പറയാം. നമസ്കാരം. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ ഒരു റീലാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചൂട് പിടിച്ച ചർച്ച ചെയ്യുന്നത്. ചാന്തുകോട്ട എന്ന സിനിമയിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്തെ എന്ന പാട്ടിന് രേണുവും ദാസേട്ടൻ കോഴിക്കോടും ചേർന്ന് അഭിനയിച്ചപ്പോൾ ആ റീല് പോസ്റ്റ് ചെയ്ത ആ നിമിഷം മുതൽ കടുത്ത സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് ഇത്തരക്കാരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. എന്ന കൂട്ടായ്മയുടെ പ്രധാനിയായ ഫിറോസിനെതിരെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ചൊരു വിശദീകരിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ തരുന്നത്. ഞങ്ങളും വീടുണ്ടാക്കി കൊടുത്ത് അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് നമ്മൾ. അതിനുശേഷം അവർക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ഇതുവരെ ചോദിച്ച് വിളിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ഭക്ഷണം കഴിക്കണം. അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കുട്ടി ജോലിക്ക് പോകണം. ആ കുട്ടി സീരിയലിൽ അഭിനയിക്കും, ടെലിഫിലിമിൽ അഭിനയിക്കും, അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കും. അത് അവരുടെ ജോലിയാണ്. അപ്പോൾ വീട് വെച്ച് കൊടുത്ത പുള്ളിക്കാരനോട് സത്യത്തിൽ നന്ദി പറയണം. എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് രേണുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാരണം പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വയ്യാതെ പൊറുതി മുട്ടിയപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ പുള്ളിക്കാരിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പുള്ളിക്കാരി ചെയ്തു. അതിൽ ഈ ആരോപണങ്ങൾ ഒരുപാട് ഈ ബുള്ളിങ് ഈ പറഞ്ഞതുപോലെ പുള്ളിക്കാരിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ കോഴിക്കോട് ദാസിൻ്റെ കൂടെയുള്ള ആ സോങ് സീക്വൻസിൽ ഈ കോഴിക്കോട് ദാസ് എന്ന് പറയുന്നത് ഒരു നല്ല നിലയിൽ തന്നെ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് കൊളാബ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ പലരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സോങ് സീക്വൻസിലൊക്കെ അഭിനയിക്കേണ്ട കാര്യം എന്തായിരുന്നു ഈ പുള്ളിക്കാരിക്ക്. അതുപോലെ തന്നെ പുറത്ത് പോകാൻ പാടില്ല. കുറെ ആൾക്കാർക്ക് കുരുവട്ടുന്നത് നമ്മൾ വിചാരിച്ചില്ല. ഓരോ സിനിമകളിൽ ആൾക്കാർക്ക് കണ്ട ആൾക്കാർ എനിക്ക് രേണുവിന് അറിയാം. പോസ്റ്റ് ചെയ്യുമ്പോൾ വിവാദങ്ങൾ വരുന്ന അറിയാം. എന്താ അവർക്ക് വീട്ടിലേക്കാരും കൊടുക്കുന്നില്ല. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സോങ്ങിന് ഇങ്ങനെ അഭിനയിക്കുന്നു. ലീവിംഗ് ടൂ തന്നെ കാലഘട്ടം അറിയില്ലേ? കല്യാണം കഴിച്ചിട്ടുള്ള ലീവിംഗ് ടൂ കാലഘട്ടം. അപ്പോൾ ആ ചേച്ചിന്റെ ഹസ്ബൻഡ് മരിച്ച ആ ചേച്ചി വീട്ടിൽ ഇങ്ങനെ അയ്യോ പോകുന്നിരിക്കുന്നതിന് ഉപരി ഇങ്ങനെ ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു തെറ്റ്. എന്താണ് എന്തുദ്ദേശിച്ചിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത്, നെഗറ്റീവ് കമൻസ്. പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കേണ്ടത് എന്നുള്ളത് അത് അവരുടെ തീരുമാനമാണ്. അവരുടെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാനും വേറെ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനും ഈ ഭൂമിയിൽ എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള അവകാശം അവർക്കും ഉണ്ട്. പിന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ധാരാളം ഇൻ്റർവ്യൂസ് വരുമായിരുന്നു. ആദ്യകാലത്തിലൊക്കെ കുറച്ച് പോസിറ്റീവ് കമൻസൊക്കെ വന്നിരുന്നെങ്കിലും കാലക്രമേണ ഇവർക്ക് ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ വരാനും തുടങ്ങി. ഒരു പക്ഷേ ഇത്രയധികം അവർക്ക് സോഷ്യൽ മീഡിയയിൽ എക്സ്പോഷർ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കോഴിക്കോട് ദാസും പറയുന്നുണ്ട്, പാവം രേണുവിനും ജീവിക്കണ്ടേ, ഇത് ചെയ്യുന്നത് ഇത്രയും വലിയ തെറ്റ് കണ്ടുപിടിക്കാൻ ഇതിൽ എന്താണ് ഉള്ളതെന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും രേണുവും കുടുംബവും അവരവരുടെ ജീവിതം ജീവിക്കട്ടെ. അത് അടിപൊളിയായിട്ട് തന്നെ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരു പക്ഷേ രേണുവിന് ഇനിയും അഭിനയിക്കണമെന്ന് തോന്നാം. അതല്ല ഇനി വേറെ കല്യാണം കഴിക്കണമെന്ന് ചിന്തിച്ചാലും അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഈ സൈബർ ബുള്ളിങ് വന്നിട്ട് അതും പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്ക് എതിരെ ധാരാളം നേരിടേണ്ടി വരുമ്പോഴുള്ള അവരുടെ ആ ഒരു മനസ്സിൻ്റെ വേദന, അത് ഈ ചെയ്യുന്നവർ എത്ര അളവിനത് മനസ്സിലാക്കുന്നു, എത്ര ആഴത്തിലത് അവർ മനസ്സിലാക്കുന്നു. നാളെ ഒരു പക്ഷേ ഇവരുടെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു വേദന അപ്പോൾ മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ എന്തു തന്നെയായാലും ഈ സമൂഹത്തിൽ പ്രധാനമായിട്ടും ഈ ടോപ്പിക്കിൽ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് ഈ വിധവകളായിട്ടുള്ളവരുടെ അവസ്ഥ ഈ സമൂഹത്തിൽ അവർക്ക് ജീവിക്കുവാനായിട്ട്, അതോ അവർക്ക് നല്ലൊരു സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലോ ഇല്ല നല്ലൊരു ജോലി ഇല്ലെങ്കിലോ അവർ നേരിടേണ്ടി വന്ന ഹറാസ്മെൻറ്റും ക്രിറ്റിസിസവും
നെഗറ്റീവ് കമൻസും ഒക്കെ അവർക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് അവർ അത് നേരിട്ടിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട്, അപ്പോൾ അത് മറക്കാതെ കമൻസ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെയുള്ള വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.